Module 4 Company Management. Meeting of Directors. The authority of manage a company is vested with the board of directors. The directors of a company exercise most of their powers at the meeting of the board. Then the Companies Act contains the following provisions relating to board meeting. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കമ്പനിയിൽ ഏതൊരു കാര്യം ചെയ്യാനുമുള്ള അതോറിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് കമ്പനി എക്സസൈസ് മോസ്റ്റ് ഓഫ് ദെയർ പവേഴ്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ഏതൊരു കാര്യം ചെയ്യാനുള്ള പവറും ഉണ്ട്. ഞാൻ താഴെ പറയുന്നതാണ് ചില പ്രൊവിഷൻസാണ് കമ്പനീസ് ആക്ട് അനുസരിച്ച് ബോർഡ് മീറ്റിംഗ് റിലേറ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പറയുന്നത് എനി മീറ്റിംഗ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഡയറക്ടേഴ്സ് മീറ്റിംഗ്. അപ്പോൾ കമ്പനിയിലെ ഡയറക്ടറുകൾ ഒന്നിച്ച് കൂടി ചെയ്യുന്ന ഏതൊരു മീറ്റിങ്ങിനെയും മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമ്മൾക്ക് പറയാം. സച്ച് മീറ്റിംഗ് ഇസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ അതിൽ പറയുന്നത് എന്താണ്? ദ മെയിൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ബോർഡ് മീറ്റിംഗ് ആർ ഡിസ്കസ്ഡ് ബിലോ. ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് മീറ്റിംഗ്. എവറി കമ്പനി ഷാൽ ഹോൾഡ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഓഫ് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 30 days 30 ദിവസത്തിനുള്ളിൽ തന്നെ ബോർഡ് മീറ്റിങ്ങുകൾ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. A company shall hold a minimum number of 4 meetings of board of directors every year in such a manner that not more than 120 days shall intervene between 2 consecutive meetings of the board. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ എത്ര ഡേയ്സിനുള്ളിൽ ഒരു മീറ്റിംഗ് വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മിനിമം ഒരു ഇയറിൽ 4 മീറ്റിംഗ് എങ്കിലും മിനിമം നമ്പർ ഓഫ് 4 മീറ്റിംഗ് 4 മീറ്റിംഗ് എങ്കിലും ഒരു ഇയറിൽ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 120 days. ഓക്കെ, 120 days കൂടുന്ന ഗ്യാപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡേയ്സ് നീണ്ടു പോകരുത് മീറ്റിംഗ് വെക്കാനായിട്ട്. അതായത് ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ് 120 daysനുള്ളിൽ അടുത്ത മീറ്റിംഗ് വെച്ചിരിക്കണം. ഓക്കെ, അത്രയും ഗ്യാപ്പേ പാടുള്ളൂ. അതിൽ കൂടുതൽ ഗ്യാപ്പ് 2 മീറ്റിങ്ങുകൾ തമ്മിൽ പാടില്ല. നെക്സ്റ്റ് വരുന്നത് മോഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡയറക്ടർ ഇൻ എ മീറ്റിംഗ് ഓഫ് ബോർഡ് മേ ബി എയ്തർ ഇൻ പേഴ്സൺ ഓർ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ ഓഡിയോ വിഷ്വൽ മീൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ മോഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലും ആവാം. ബോർഡ് മീറ്റിങ്ങിൽ അയാൾ തനിയെ ഇൻഡിവിജ്വൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാവാം. അതുപോലെ വീഡിയോ കോൺഫറൻസിലൂടെ ആവാം, ഓഡിയോ വിഷ്വൽ മീൻസിലൂടെയും ആകാം. ദെൻ നെക്സ്റ്റ് നോട്ടീസ്. Every director shall be given a notice of every meeting of the board in writing. Without proper notice of meeting to every director, the proceedings of the meeting shall be invalid. അപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ട് എല്ലാ ബോർഡിലെ എല്ലാ മെമ്പേഴ്സിനും അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. ഇൻ കേസ് അങ്ങനെ നോട്ടീസ് കൊടുക്കാതെയാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് ഇൻവാലിഡ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. Then the meeting of board shall be called by giving not less than 7 days notice in writing to every director at his address registered with the company, and such notice shall be sent by hand delivery or by post or by electronic means. അപ്പോൾ നമ്മൾ മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഡേയ്സിന് 7 days മുൻപെങ്കിലും അല്ലെങ്കിൽ 7 days എങ്കിലും മിനിമം ആ ഒരു മീറ്റിങ്ങിന് ഗ്യാപ്പ് വേണം. ഓക്കെ, അപ്പോൾ നോട്ടീസ് നമ്മുടെ മീറ്റിംഗ് നടക്കാൻ ഉദ്ദേശിക്കുന്നതിന് 7 ദിവസം മുൻപെങ്കിലും എല്ലാ മെമ്പേഴ്സിനും ഈ നോട്ടീസ് കൊടുത്തിരിക്കണം. അത് ബൈ പോസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ഹാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസിലും നമ്മൾക്ക് ആ നോട്ടീസ് സെൻഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് short notice. A meeting of board may be called at short notice to transact urgent business subject to that condition that at least one independent director if any shall be present at the meeting. അപ്പോൾ ഷോർട്ട് നോട്ടീസിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കാം. അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എങ്കിലും അതിൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ആയിരിക്കണം. ദെൻ if in case of absence of independent director from such a meeting of board, decisions taken at the meeting shall be circulated to all the directors and shall be final only on ratification thereof by at least 1 independent director if any. ഇൻ കേസ് നമ്മൾ ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ തന്നെ
ഇൻ കേസ് നമ്മൾ അതിലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ എല്ലാ മെമ്പേഴ്സിനും സർക്കുലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ എങ്കിലും ഒരു കൺസെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു റിയാക്ഷൻ കിട്ടിയിട്ടില്ലാതെ കൺഫേം ചെയ്യാതെ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് എക്സെംഷൻസ്. A one-person company, small company and dormant company shall be deemed to have complied with the provisions of section if at least one meeting of the board of directors shall be conducted in each half of a calendar year and the gap between two meetings is not less than 90 days. The Act make it clear that these provisions shall not apply to one-person company in which there is only one director on its board of directors. അപ്പോൾ ഇൻ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി, ദാറ്റ് ഈസ് അവിടെ മാനേജറും ഡയറക്ടറും അതിൻ്റെ ഓണറും എല്ലാം ഒരാൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്മോൾ കമ്പനീസും ഡോർമെൻറ്റ് കമ്പനീസിൻ്റെയും കേസസിൽ വരുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് വൺ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ദാറ്റ് ഈസ് ഹാഫ് എൻ ഇയർ, ഓക്കെ, ഒരു കലണ്ടർ ഇയറിൻ്റെ ഹാഫ് ഇയറിൽ അവർ ഒരു മീറ്റിംഗ്, അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് എങ്കിലും വെച്ചിരിക്കണം. ദെൻ അവിടെ നോട്ട് ലെസ് ദാൻ 90 ഡേയ്സ് എന്ന് പറയുന്നത്, ആ രണ്ട് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 90 ഡേയ്സ്, അതിൽ കുറവാവരുത്. ഓക്കെ, അതായത് മാക്സിമം 90 ഡേയ്സ് ഗ്യാപ്പ് എങ്കിലും രണ്ട് മീറ്റിങ്ങുകൾ തമ്മിൽ വേണം. Then it make it clear that this provision shall not be applicable to one person company. One person കമ്പനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്, അവിടെ ഡയറക്ടറും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മീറ്റിംഗ് നടത്താനായിട്ട് അവിടെ ഒരേ ഒരു ഡയറക്ടർ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഓണർ തന്നെ ആയിരിക്കും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരേ ഒരു പേഴ്സൺ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ക്വാറം. The quorum for a meeting of the board of directors of a company shall be 1/3 of its strength or 2 directors, whichever is higher. Then the new features added by 2013 Act is that the participation of directors by video conferencing or by other audio visual means shall also be counted for the purpose of quorum. ഇവിടെ പറയുന്നത് ക്വാറം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ദ മീറ്റിംഗ് അവരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ വേണ്ടത് ഫുൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ, ഫുൾ സ്ട്രെങ്ത് ആ കമ്പനിയിലെ ഫുൾ നമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1/3 എങ്കിലും ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സ്, ഒന്നില്ലെങ്കിൽ 2 ഡയറക്ടർ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ടോട്ടൽ ഡയറക്ടറിന്റെ 1/3, ഇതിൽ ഏതാണോ വലുത് അത്രയും നമ്പർ ഓഫ് മെമ്പേഴ്സ് ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനി ഈ ആക്ട് 2013 വന്നപ്പോഴേക്കും കുറച്ച് പ്രൊവിഷൻസ്, ഇതിൽ കുറച്ച് ചേഞ്ചസ് വന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ കോൺഫറൻസിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസിലൂടെയോ ഇവർക്ക് ഡയറക്ടേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരെയും ഈ മെമ്പേഴ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്വാറം എത്ര മെമ്പേഴ്സ് വേണം മിനിമം എന്നുള്ളതാണ് ക്വാറത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കോൺഫറൻസിലൂടെയോ ഓഡിയോ വിഷ്വൽ മീൻസിലൂടെയോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെയും നമ്മൾക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. ദെൻ മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞതാണ് മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. The board of directors can appoint committee of the board of directors and delegate some of these powers to such committees. The committee shall exercise the powers delegated to it. It cannot further delegate its powers unless authorized in this regard. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യാം. എന്തിന്? അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യാം. ദെൻ അവരുടെ പവേഴ്സ് ആ കമ്മിറ്റിക്ക് അവരുടെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് ആ കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ ആ കമ്മിറ്റി എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ മാത്രമേ അവർക്ക് റൈറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പവർ ഡയറക്ടേഴ്സ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന പവേഴ്സ് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്മിറ്റിക്ക് റൈറ്റ് ഇല്ല. ഇൻ കേസ് ഡയറക്ടേഴ്സ് അങ്ങനെ അവരുടെ പവേഴ്സ്, അവർ കൊടുത്തിരിക്കുന്ന പവേഴ്സ് ഫർദർ ഷെയർ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോസിബിളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റിക്ക് ആ പവേഴ്സ് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റിക്കോ ഡെലിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. The provision relating to meeting of committee of board of directors are generally the same as those in the meeting of board. അപ്പോൾ കമ്മിറ്റിയിലെ മീറ്റിംഗ് ഓഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങും സെയിം തന്നെയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്ന പ്രൊവിഷൻസ് എല്ലാം സെയിം തന്നെയായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. However, the articles of a company may adopt special provisions in this regard. In case ആർട്ടിക്കിൾസിൽ വല്ല സ്പെഷ്യൽ പ്രൊവിഷൻസും ഈ മീറ്റിംഗ് ഓഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കമ്മിറ്റി ഓഫ് ബോർഡിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ അത് ആക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ പ്രൊവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കംപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൻ്റെ സെയിം തന്നെ ആണ് കമ്മിറ്റി ഓഫ് ബോർഡിൻ്റെ പ്രൊവിഷൻസും വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊസീഡിങ്സ് ഓഫ് ദ ബോർഡ്.
The decisions of a company is in fact the decisions of the board of directors. അപ്പോൾ കമ്പനി ഡിസിഷൻസ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡിസിഷൻസ് ആണ്. മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പനി എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. സോ ഡിസിഷൻസ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡിസിഷൻസ് ആണ്. The directors take such decisions in the duly constituted board meeting. ഡയറക്ടേഴ്സ് ഈ പറയുന്ന ഡിസിഷൻസ് എടുക്കുന്നത് ബോർഡ് മീറ്റിങ്ങിലൂടെ ആയിരിക്കും. The detailed rules regarding the conduct of such meeting have already been seen. Only if all these conditions are satisfied, the meeting should be termed as valid. മുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ റീസൺസിൽ നമ്മൾക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പീരിയഡ്, മോഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ, നോട്ടീസ്, ക്വാറം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു മീറ്റിംഗ് വാലിഡ് ആയിട്ട് ഇരിക്കുള്ളൂ. Then the decision of the board is formally made by passing a resolution. അപ്പോൾ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റിങ്ങിലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. The details of resolution passed should be included in the minutes of the board meeting, which is a mandatory requirement under section 118 of the act. അപ്പോൾ ആക്ടിൽ സെക്ഷൻ 118 അനുസരിച്ച് ബോർഡ് മീറ്റിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അതിൻ്റെ മിനിറ്റ്സിൽ, ബോർഡ് റിപ്പോർട്ട്സ്, അതായത് മിനിറ്റ്സിൽ അതിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. The minutes should be prepared and kept as per the provisions of rules made under the Act within a period of 30 days from the conclusion of such meeting. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിൽ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെയുള്ള പ്രൊവിഷൻസൊക്കെ പറയുന്ന റൂൾസ് അനുസരിച്ചായിരിക്കണം ഈ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. Then, in the case of board meeting or meeting of committee of board of directors, the minutes shall contain the name of director present at the meeting, and in the case of each resolution passed at the meeting and the names of the director, if any, dissenting from or not concurring with the resolution. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇതിൽ രണ്ടിലും നമ്മൾ ഈ മിനിറ്റ്സ് എഴുതുന്ന സമയത്ത് ഡയറക്ടേഴ്സ് എത്ര പേര് പ്രസൻ്റ് ആയിട്ടുണ്ട്, അവരുടെ നെയിംസ്, അതുപോലെ തന്നെ റെസൊല്യൂഷൻ അതിൽ എന്തൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. The resolutions of directors can also be passed by a mode of circulation. Resolution by circulation shall be deemed as passed only if the draft of the resolution and the necessary papers are circulated to all the directors and has been approved by a majority of directors and who are entitled to vote in the resolution. അപ്പോൾ നമ്മൾക്ക് റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് സർക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മാത്രമല്ല, വേണമെങ്കിൽ മോഡ് ഓഫ് സർക്കുലേഷൻ എന്നുള്ളൊരു ടേം കൂടെ നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യാം. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ഈ ഡിസിഷനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സും എല്ലാനും അതിന് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ ഡയറക്ടേഴ്സിനും സർക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാ ഡയറക്ടേഴ്സിനും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സർക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ബൈ മോഡ് ഓഫ് സർക്കുലേഷൻ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ആ ഡിസിഷൻ എടുക്കാനായിട്ട് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സർക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു റെസൊല്യൂഷൻ പാസ്സായതായിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്. However, if not less than 1/3 of the total number of directors of a company for the meeting being required, that any resolution under circulation must be decided at the meeting of the chairperson shall put the resolution to be decided at the meeting of the board. In case less than 1/3 of the total, നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ 1/3 എങ്കിലും നമ്മൾ മീറ്റിങ്ങിൽ വന്നിരിക്കണം എന്നുള്ളത്. മീറ്റിങ്ങിൽ ക്വാറത്തിൽ നോട്ട് ലെസ് ദാൻ 1/3, ദാറ്റ് ഈസ് മിനിമം 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇൻ കേസ് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ക്വാറം അറ്റ് ദ ടൈം ബീയിങ് റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സമയത്ത് അത്രയും പേരെങ്കിലും വേണം. അണ്ടർ സർക്കുലേഷൻ മസ്റ്റ് ബി ഡിസൈഡഡ് അറ്റ് ദ മീറ്റിംഗ് ചെയർപേഴ്സൺ ഷാൽ പുട്ട് ദ റെസൊല്യൂഷൻ ഡിസൈഡഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മിനിമം 1/3 ഓഫ് ദ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സ്, ഇതിലേതാണോ ഹയർ, ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ 1/3 ആണോ അല്ലെങ്കിൽ ടോട്ടൽ 2 ഡയറക്ടർ ആണോ, ഇതിൽ ഏതാണ് നമ്പേഴ്സിൽ കൂടുതൽ അത്രയും ഡയറക്ടേഴ്സാണ് ഒരു മീറ്റിങ്ങിൽ വരേണ്ടത് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്.
അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് എൻഡ് ആവുന്ന സമയത്ത് ബോർഡ് മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു ഡിസിഷൻ ചെയർപേഴ്സൺ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.